ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ മഴയൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ കിളികളും കുയിലുകളൊക്കെ വന്ന് ഇവിടെ കിടന്നിങ്ങനെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇടയിൽ കൂടെ പൂച്ചയുടെ ഒരു സൗണ്ട് പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പിള്ളേർ കിളികളെ കണ്ടിട്ട് കിളികളുടെ സൗണ്ട് എടുക്കാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ പൂച്ചേനൊന്നും കണ്ടില്ല, അത് കിളികൾ തന്നെയാണ് പൂച്ചയുടെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മിട്ടും ചക്കിയും മിക്കിയും കിക്കിയും നമ്മുടെ ജിഞ്ചറെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മിട്ടുവിൻ്റെ ആജന്മ ശത്രുവാണെന്ന് തോന്നണം കേട്ടോ ഈ നമ്മുടെ ജിഞ്ചർ. എപ്പോൾ കണ്ടാലും എടുത്തിട്ട് കുടയലാണ്. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ പരിക്കുകൾ കാര്യങ്ങളൊക്കെ ജിഞ്ചറിന് പറ്റാറുണ്ട് മിട്ടു കാരണം. നമ്മുടെ ചക്കിയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കൂടെ നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കക്ഷി ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പുല്ലൊക്കെ പിടിച്ച് കടിച്ച് കഴിക്കലാണ്. പുല്ല് പൊതുവേ പൂച്ചകൾ കഴിക്കാറുള്ളത് വയറിന് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പുല്ല് കടിക്കണ കാണാറുണ്ടെങ്കിലും ഫുഡൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. നമ്മുടെ മിക്കിയും ജിഞ്ചറിനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ കടി കൂടാറൊക്കെ ഉണ്ട്. പക്ഷേ രാത്രിയാകുമ്പോഴത്തേക്കും എല്ലാ പണക്കങ്ങളും മറന്ന് ഒരേ കൂട്ടിലാണ് കിടന്നുറങ്ങുന്നത്. കൂട് മീൻസ് അവിടെ അവർക്കൊരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ കയറി ഒന്നിച്ച് മിക്കിയും ജിഞ്ചറും ചക്കിയും കൂടി കിടക്കും. കിക്കിനെ അതിൻ്റെ കൂട്ടത്തിൽ കാണാറില്ല, കിക്കി മാറി എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുക. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ ഡെലിവറിക്കാർ വിളിച്ചിട്ട് ഒരു ഡെലിവറി പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായി അവരൊരു ക്യാറ്റ് ഫുഡിൻ്റെ സാമ്പിൾ കൊണ്ട് തന്നതാണ്. നമ്മൾ പണ്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ അതോ അവരുടെ സൈറ്റിലോ എന്തോ കയറി ക്യാറ്റ് ഫുഡിൻ്റെ സാമ്പിളിന് അപ്ലൈ ചെയ്തിരുന്നു. കുറേ നാളുകളായി. അപ്പോൾ ഇതിന് മുമ്പും ഇതുപോലെ വിസ്കാസിൻ്റെ സാമ്പിൾ വന്നിട്ടുണ്ട്. ഇവർ നമ്മൾ ഓർഡർ ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഓർഡർ നമ്മുടെ വീട്ടിലെത്തിക്കുക, സാമ്പിൾ ആയതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളത് നമ്മുടെ പൂച്ചകൾക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിനകത്ത് നമ്മുടെ മിട്ടുവിൻ്റെ ഫേസുള്ള പൂച്ചേൻ്റെ പടാട്ടോ കൊടുത്തത്. അപ്പോൾ അതിന് മിട്ടുവിനെ അന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷം നമ്മളത് കുറേശ്ശെ കൊടുത്തു നോക്കി. അതിനകത്ത് ചക്കിയും കിക്കിയും ജിഞ്ചറും ഈ 3 പേർക്ക് സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ബേസിക്കലി ചിക്കനും ഫിഷിൻ്റെയൊക്കെ ഒരു മിക്സാണ് സാധനം ബേസിക്കലി. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് ചിക്കൻ ടേസ്റ്റ് തന്നെയാണെന്ന് തോന്നണം. അപ്പോൾ കിക്കിയും ജിഞ്ചറും ചക്കിയും ഇത് കഴിക്കണ്ടായി. മിട്ടും മിക്കിയും ഇത് മണത്ത് നോക്കിയെങ്കിലും വലിയ കാര്യമായിട്ട് അത് തിന്നില്ല കേട്ടോ. നല്ലോണം മണത്ത് നോക്കണ്ടായി, പക്ഷേ അത് കഴിച്ചില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചോറിലൊക്കെ കലക്കിന്ന് കൊടുത്തായിരുന്നു. മിട്ടും മിക്കിയും കഴിച്ചില്ല, ബാക്കി 3 പേർക്കും സംഭവം ഇഷ്ടമായിട്ടോ. ചക്കിക്ക് ഒത്തിരിയേറെ ഇഷ്ടമായി. അവനത് പുറകെ നടന്ന് ആ കവർ പുറത്തിട്ടിട്ട് പിന്നെ ആ കവർ മാതി പൊളിച്ചത് കഴിക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ ഒരു വിസ്കാസിൻ്റെ ഒരു സാധനം കൊടുത്തപ്പോൾ അവർക്ക് വയറിന് പിടിച്ചില്ലാന്ന് തോന്നുന്നു. ഇത്തവണ എന്താണെന്നറിയില്ല, എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ചത് ട്രീറ്റ് പോലെ കൊടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.